ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് വലിയ സന്തോഷത്തോടുകൂടിയാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പാകെ ഞാൻ അവതരിപ്പിക്കുന്നത്. കാരണം അനേക നാളുകളായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന യുദ്ധത്തിന്റെ എല്ലാ കെടുതികളിൽ നിന്നും ദേശത്തെ വിടുവിക്കണമേ എന്ന് നമ്മൾ ഇസ്രായേലിന് വേണ്ടിയും പലസ്തീനു വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. പ്രാർത്ഥനയുടെ പരിണിത ഫലമായി യുദ്ധം അവസാനിപ്പിക്കാൻ തക്കമുള്ള എഗ്രിമെന്റിലേക്ക് എത്തി എന്നുള്ള ആ വലിയ സന്തോഷ വാർത്ത. അപ്പൊ നമ്മള് ഇതിന്റെ ഒരു ചരിത്രം, ഒരു എത്തിനോട്ടം നടത്തുന്നത് നന്നായിരിക്കും തോന്നുന്നു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പലസ്തീനു വേണ്ടി അല്ല, ഹമാസിന് വേണ്ടി വാദിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. മലയാളക്കരയിൽ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരും അതേപോലെ തന്നെ മത നേതാക്കന്മാരും ഒക്കെ ഹമാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇൻഡയറക്റ്റ് ആണെങ്കിലും ഡയറക്റ്റ് ആണെങ്കിലും ഹമാസിന് വേണ്ടി വാദിച്ച ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് എന്നെ അത്ഭുതം കുറിച്ചായിട്ടുള്ള ഒരു കാര്യം, ഇടതുപക്ഷ പ്രസ്ഥാനം തന്നെ ആ ഹമാസിന് വേണ്ടി നിലകൊണ്ടു എന്നുള്ളതാണ്. എനിക്ക് പലപ്പോഴും സങ്കടകരമായി തോന്നിയ ഒരു കാര്യം, എല്ലാവരെയും ചേർത്ത് പിടിക്കും എന്നൊക്കെ വാദോരാതെ പറയുന്ന ആളുകൾ ഏകപക്ഷീയമായിട്ട് ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി, ഒരു ഭീകര സംഘടനയ്ക്ക് വേണ്ടിയിട്ട് വാദമുഖങ്ങൾ ഉന്നയിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വലിയ ദുരന്തം, അത് ഇവിടുത്തെ സാമാന്യ ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ പൊങ്കുവന്മാരുടെയൊക്കെ മനസ്സിലിരിപ്പ്. എന്നാൽ അങ്ങനെയല്ല. ഞാൻ ചോദിക്കട്ടെ, രണ്ട് കാര്യങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ട് അതിന്റെ ചരിത്രത്തിലേക്ക്, പലസ്തീൻ ഇസ്രായേലിന്റെ ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് ഊളിയിടുന്നത് നന്നായിരിക്കും തോന്നുന്നു. ഒന്നാമതായിട്ട്, ഇടതുപക്ഷം പലപ്പോഴും ഈ ക്രൈസ്തവ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നു എന്നുള്ളത് ഈ അടുത്ത സമയത്ത് ഒരുപാട് തെളിവുകളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിനകത്ത് ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പേരെടുത്ത് പറയുന്നത് എന്നോട് ക്ഷമിക്കണം, എനിക്ക് ആ വ്യക്തിയുമായിട്ട് അത്ര വലിയ അടുപ്പമോ അങ്ങനെയുള്ളൊന്നും അല്ല. പക്ഷെ എനിക്ക് അദ്ദേഹത്തെ വലിയ ബഹുമാനമാണ്. റെജി ലൂക്കോസ് എന്ന് പറയുന്ന ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം വിദേശത്തൊക്കെ ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ വായനയിൽ കൂടെ മനസ്സിലാക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഇവിടെ വന്നിട്ട്, കേരളത്തിൽ വന്നിട്ട് ഇടതുപക്ഷത്തിന് വേണ്ടി ചാനലുകളിൽ മാറി മാറിയിരുന്ന് ഇടതുപക്ഷത്തോടുള്ള ആളുകളുടെ വൈരാഗ്യങ്ങളുടെ ചീത്തയും തെറിയും ഒക്കെ കേൾക്കുമ്പോഴും യാതൊരു വിധത്തിലുള്ള ഭാവമാറ്റവും ഇല്ലാതെ ഇടതുപക്ഷത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ വേറൊരു ആളുമായിട്ട് സംസാരിച്ച കൂടുതൽ അദ്ദേഹം പറയായിരുന്നു, ഈ ആൾക്ക് ഈ പാർട്ടിയിൽ യാതൊരു സ്ഥാനവും ഇല്ല, ഒരു മാനവും ഇല്ല. ഇതിനേക്കാളും ഒക്കെ കുറച്ച് മാത്രം പ്രവർത്തിച്ച ആളുകളോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് ചാഞ്ചാടി ഓടി വരുന്നവരൊക്കെ പിടിച്ച് അവിടെ ഇവിടെയൊക്കെ കാൻഡിഡേറ്റ് ആയിട്ടൊക്കെ നിർത്തുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ ഭദ്രതയൊക്കെ കൊടുക്കുകയും ചെയ്യുമ്പോൾ ഈ റിജി ലൂക്കോസിനെ പോലെയുള്ള ആളുകൾ വാതോരാതെ, അദ്ദേഹം ചരിത്രപരമായ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചൊക്കെ പറയുന്ന വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തെ പോലുള്ളവർക്കൊന്നും തന്നെ ഈ പാർട്ടിയിൽ യാതൊരു വിലയും നിലയില്ലാത്ത ഒരു സാഹചര്യം. ഇതൊക്കെ കാണിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തോട് പൊതുവെ ഇടതുപക്ഷം കാണിക്കുന്ന ഒരു നിസ്സംഗത, ഒരു നിഷേധാത്മകമായ നിലപാടാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾ വേറൊരു കമ്മ്യൂണിറ്റിയെ കൂടുതലായിട്ട് പ്രീണിപ്പിക്കുന്നു. അതിന് തെറ്റൊന്നുമില്ല, അത് അവരുടെ തത്വചിന്തയിലൊക്കെ അടിസ്ഥാനപ്പെട്ടായിരിക്കും, നമുക്ക് അതിനകത്ത് പ്രശ്നമില്ല. പക്ഷേ ആ പ്രസ്ഥാനം തന്നെ ഇവിടെ വന്നിട്ട് ഹമാസിന് വേണ്ടിയിട്ട് വാദിക്കുന്നത് കേൾക്കുമ്പോൾ, ഹമാസിന് വേണ്ടി മുഴക്കുമ്പോൾ അതൊക്കെ എത്ര മീൻസ് ആണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇടതുപക്ഷക്കാരും കൂടി ഇതൊന്ന് കേൾക്കണം. നിങ്ങളെ സ്വയമേ തിരുത്താൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ ചരിത്ര സംഭവങ്ങൾ പറയുന്നത്. കാരണം നിങ്ങളുടെ നേതാക്കന്മാരൊക്കെ വായന കുറഞ്ഞു വരികയാണ്. അല്ലെങ്കിൽ തന്നെ വായിക്കുന്നത് ലിബറൽ ആയിട്ടുള്ള ചില പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ. നിഷ്പക്ഷമായ ഗ്രന്ഥങ്ങൾ കൂടെ നിങ്ങൾ വായിക്കാനും കൂടെ മെനക്കെടണമേ എന്ന് ഓർപ്പിക്കുന്നു. അതിന്റെ അർത്ഥം ഇവിടുത്തെ കോൺഗ്രസ് എല്ലാം നല്ലതാണെന്നല്ല. കോൺഗ്രസും ശ്രീമാൻ കെ എം ഷാജിയെ പോലെയുള്ള ഈ മുസ്ലിം ലീഗിന്റെ തീവ്ര നിലപാടുകളിൽ നിൽക്കുന്ന ആളുകൾ, അദ്ദേഹത്തിന്റെ മതത്തിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം നിലകൊള്ളുന്നതെന്ന് ഈ അടുത്ത സമയത്ത് അദ്ദേഹം പ്രസംഗിച്ചതിനെയൊക്കെ ഇവിടുത്തെ BJP വളരെ ശക്തമായിട്ട് എടുത്ത് ക്രൈസ്തവ സമൂഹത്തിലെ എല്ലാ ചാനലുകളിലും അല്ലെങ്കിൽ അതുപോലുള്ള സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വിളംബരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സംഭവിക്കുന്നത് എന്തായിരിക്കും? ഇതൊക്കെ സംഭവിക്കുന്നവിടെ ധ്രുവീകരണം ഉണ്ടാകുമെന്നുള്ളൂ. നിഷ്പക്ഷമായി ചിന്തിക്കാനായിട്ടും എല്ലാവരെയും ചേർത്ത് പിടിക്കാനായിട്ടും സത്യത്തിന് വേണ്ടി നിലനിൽക്കുവാനായിട്ടുള്ള ഒരു ആർജവമാണ് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും വേണ്ടി. അല്ലാതെ നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ മതത്തിന് വേണ്ടി മാത്രമായിരിക്കരുത് നിങ്ങൾ നിൽക്കുന്നതെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് വരുന്നത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്നേഹിതർക്കൊക്കെ ഒന്ന് ഫോർവേഡ് ചെയ്യുകയും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇസ്രായേലിന്റെയും പലസ്തീന്റെയും ദേശത്തെക്കുറിച്ച് ഒരല്പമായി ചിന്തിക്കാനായിട്ട് പോവുകയാണ്. പലപ്പോഴും ഈ പലസ്തീന്റെയും ഇസ്രായേലിന്റെയും ദേശത്തെക്കുറിച്ച് വിശുദ്ധ ഭൂമി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതൊരു വിശുദ്ധ ഭൂമി തന്നെയായിട്ടാണ് പലരും കാണുന്നത്. അവിടെ മതത്തിന്റെ പാരമ്പര്യവും അതോടൊപ്പം തന്നെ മനുഷ്യന്റെ സംഘർഷവും
ചേർന്നാണ് ഈ ഭൂമി ഇപ്പോൾ നിലനിൽക്കുന്നതെന്ന് മറന്നുപോരുത്. നൂറ്റാണ്ടിലധികമായി ഈ പ്രദേശം യുദ്ധങ്ങളുടെയും കുടിയൊഴിപ്പിക്കലിന്റെയും ഏറ്റുമുട്ടലിന്റെയും വേദിയായിട്ട് മാറിയിരിക്കുകയാണ്. യഹൂദന്മാരും പലസ്തീനികളും ഒരേ ദേശത്തെ സ്വന്തം നാടായി തന്നെ അവകാശപ്പെടുകയാണ്. ഈ സംഘർഷത്തിന്റെ വേരുകൾ ആഴത്തിൽ പടർന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത്. ചില ലിബറൽസ് ഒക്കെ പറയുന്ന പോലെ ഇസ്രായേൽ അവിടെ അധിനിവേശം നടത്തുകയാണ്, കോളനി വൽക്കരണം നടത്തുകയാണ് എന്ന് പറയുന്നത് തികച്ചും തെറ്റായ ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ സ്ഥാപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. മതവിശ്വാസവും ദേശീയതയും അതേപോലെ തന്നെ അവിടെ ചേർന്നൊരു ചരിത്രമുണ്ടെന്നുള്ളത് നമ്മൾ മറന്നുപോകരുത്. പക്ഷേ രാഷ്ട്രീയത്തിനപ്പുറം ഇതൊരു മനുഷ്യ വ്യസനം കൂടിയാണ്, മനുഷ്യരുടെ ദുഃഖം കൂടിയാണ്. പ്രത്യേകിച്ച് ഒരു ദൈവവിശ്വാസി എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം മനസ്സലിയിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള പിഞ്ചോമനകളും സാധാരണ ജനങ്ങളും ഒക്കെ കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ്. അത് രണ്ടു പക്ഷത്തുമുണ്ട്. യഹൂദന്മാരുടെ പക്ഷത്തും പലസ്തീനികളുടെ പക്ഷത്തും അങ്ങനെ സംഭവിക്കുന്നു. അതിന്റെ കാരണക്കാരാണെന്നുള്ളത് ആരാണെന്നുള്ളത് മുമ്പത്തെ 2 വീഡിയോയിൽ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞാണ്. ഹമാസ് എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന രൂപപ്പെട്ടതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിലുണ്ടായ ദുരന്തം ആ ദേശത്തിലെ സാമാന്യ ജനങ്ങൾ പേറേണ്ടി വന്നതെന്നുള്ള മറന്നു പോരുത്. അതുകൊണ്ട് തന്നെ ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ ഞങ്ങൾ ആരും തന്നെ അമാന്തം വരുത്തിയിട്ടില്ല. തുടർന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിലെ ചരിത്രത്തിലേക്ക് നമ്മൾ വരികയാണ്. ഒന്നാമതായിട്ട് അതൊരു രാഷ്ട്രമാകുന്നതിന് മുമ്പായിട്ട്, ഇസ്രായേൽ ഒരു രാഷ്ട്രമായിട്ട് വരുന്നതിന് മുമ്പായിട്ട് ഉള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം. അതിൽ പ്രധാനമായിട്ട് സയോണിസവും അതേപോലെ തന്നെ ബ്രിട്ടീഷ് ഭരണകാലവും 1897 മുതൽ 1947 വരെയുള്ള കാലഘട്ടം. അപ്പൊ ഈ ആധുനിക സംഘർഷത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് 1897 സ്വിറ്റ്സർലാൻഡിലെ ബാസലിൽ നടന്ന ആദ്യ സയോണിസ്റ്റ് കോൺഗ്രസിലാണ്. ലോകം എമ്പാടുമുള്ള ജൂതർ അവരുടെ പുരാതന വാക്തത്വ ഭൂമിയായിരിക്കുന്ന പാരമ്പര്യ ഭൂമിയായിട്ടുള്ള പലസ്തീനിൽ ഒരു ജൂത രാഷ്ട്രം സ്ഥാപിക്കണമെന്നായിരുന്നു അവരുടെ ലക്ഷ്യം. അന്ന് പലസ്തീൻ എന്ന് പറയുന്ന സ്ഥലം ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. നൂറ്റാണ്ടുകളായിട്ട് അവിടെ അറബ് മുസ്ലിംസും അതേപോലെ തന്നെ അതിനു മുമ്പ് ക്രൈസ്തവരും താമസിച്ചു വരികയായിരുന്നു. അപ്പൊ അതിനൊക്കെ എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പായിട്ട് തന്നെ അവിടെ യഹൂദന്മാരുടെ കേന്ദ്രമായിരുന്നു, യഹൂദന്മാരുടെ നാടായിരുന്നു. നമുക്കറിയാവുന്ന പോലെ 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടൻ ഈ പ്രദേശത്തെ കീഴടക്കി. അതിന് ലീഗ് ഓഫ് നേഷൻസിന്റെ ഒരു മാൻഡേറ്റ് പ്രദേശമായിട്ട് അവർ മാറ്റുകയുണ്ടായി. 1917 പുറത്തിറങ്ങിയതായിട്ടുള്ള ബാൽഫൽ പ്രഖ്യാപനത്തിലൂടെയാണ് ബ്രിട്ടൻ ജൂത ജനതയ്ക്കുള്ള ഒരു ദേശീയ ഭവനം പിന്തുണയ്ക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത്. എന്നാൽ അതിനൊപ്പം തന്നെ അറബി ജനങ്ങളുടെ അവകാശങ്ങളും സംരക്ഷിക്കുമെന്ന് അവരന്ന് ഉറപ്പ് കൊടുത്തിരുന്നു. യൂറോപ്പിൽ നടക്കുന്ന പീഡനങ്ങൾ കാരണം നിരവധി യഹൂദന്മാർ പലസ്തീനിലേക്ക് ആ കാലഘട്ടത്തിൽ കുടിയേറുവാനിടയായി. ഇതോടെ അറബ് സമൂഹത്തിൽ അസഹിഷ്ണുതയുടെയും പ്രതിരോധത്തിന്റെയും ശക്തി വളരുവാൻ തക്കവണ്ണം തുടങ്ങി. സംഘർഷങ്ങളും കലാപങ്ങളും ശക്തമായി തുടങ്ങി. 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഹോളോകോസ്റ്റിൽ 6 ലക്ഷം യഹൂദന്മാർ കൊല്ലപ്പെട്ടതോടെ യഹൂദന്മാരുടെ രാഷ്ട്രത്തിനൊരു ലോക സഹാനുഭൂതി ലോക ജനങ്ങളിൽ നിന്ന് തന്നെ ലഭിക്കാനിടയായി. UN 1947 പലസ്തീനിലെ 2ആയിട്ട് വിഭജിക്കുന്ന ഒരു പദ്ധതി അവതരിപ്പിക്കുകയുണ്ടായി. അതിൽ ഒന്ന് ഒരു യഹൂദ രാഷ്ട്രം, ഒരു ജൂത രാജ്യവും മറ്റൊന്ന് ഒരു അറബി രാജ്യവും. യെരുശലേം അന്തർദേശീയ നിയന്ത്രണത്തിൽ കൊണ്ടുവരാം എന്നവര് പറഞ്ഞപ്പോൾ യഹൂദന്മാർ ആ എഗ്രിമെന്റ് അംഗീകരിച്ചു. എന്നാൽ അറബികള് അത് നിരസിച്ചു. ഇപ്പൊ ഞാൻ ഈ അറബികൾ എന്ന് പറയുന്ന സമയത്ത് ഓർത്തുകൊള്ളണം, അത് കേവലം മുസ്ലിംസ് മാത്രമല്ല, അവിടെ മറ്റ് മതക്കാരും ഉണ്ട്, ക്രൈസ്തവരുണ്ട്, മറ്റുള്ള എല്ലാവരും ഉണ്ട്. പക്ഷേ അവിടെ കൈവക്കുണ്ടായിരുന്നത്, അന്നത്തെ അറബി നാടുകളിൽ കൈവക്കുണ്ടായിരുന്നത് ഇസ്ലാമിസ്റ്റുകളാണ്. അപ്പൊ അവരത് നിരസിച്ചു. രണ്ടാമതായിട്ട് ഇസ്രായേലിന്റെ ഒരു ഉത്ഭവത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇസ്രായേലിന്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ രാജ്യത്തിന്റെ ഒരു ഉത്ഭവം. ആദ്യ അറബ് ഇസ്രായേൽ യുദ്ധങ്ങളാണ് ആദ്യമായിട്ട് നമുക്ക് ആ ഉത്ഭവത്തോടു കൂടെ കാണാനായിട്ട് സാധിക്കുന്നത്. 1948 മുതൽ 1973 വരെയുള്ള കാലഘട്ടത്തിൽ ആ വലിയ യുദ്ധങ്ങളും അതേപോലെ കലാപങ്ങളും ഒക്കെ ഇസ്രായേലും അറബ് രാഷ്ട്രങ്ങളും തമ്മിൽ ഉണ്ടാകുവാൻ ഇടയായി. 1948 മെയ് 14 ഡേവിഡ് ബെൻ ഗുറിയൻ ഇസ്രായേൽ രാഷ്ട്രത്തെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു. അടുത്ത ദിവസം തന്നെ ഈജിപ്റ്റ്, ജോർദാൻ, സിറിയ, ലെബനൻ, ഇറാഖ് എന്നീ രാജ്യങ്ങൾ ചേർന്ന് ഇസ്രായേലിനെ ആക്രമിച്ചു.
ഇസ്രായേൽ അന്ന് രൂപം കൊണ്ടിട്ട് 24 മണിക്കൂർ ആയിട്ടില്ല എന്ന് ഓർത്തോളണം. ഒരു കുഞ്ഞ് പിറന്നു വീണിട്ട് 24 മണിക്കൂർ പോലും ആകാത്ത സമയത്ത് അന്നത്തെ ശക്തരായിട്ടുള്ള 4-5 അറബ് രാജ്യങ്ങൾ ഒത്തുചേർന്ന് ഇസ്രായേലിനെതിരെ ആക്രമണവുമായിട്ട് വന്നു. എന്നാൽ അത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേണിയിൽ നിൽക്കുന്ന ഒരു അത്ഭുതമായിട്ട് ഇസ്രായേൽ ആ യുദ്ധത്തിൽ വിജയം നേടി എന്ന് നമുക്ക് തങ്കലിപികളാൽ എഴുതേണ്ടി വരും ലോക ചരിത്രത്തിൽ. അത് ഇവിടുത്തെ സാമാന്യ ജനങ്ങളെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. യഹൂദന്മാർക്ക് ഇതൊരു അത്ഭുതമായിരുന്നു. 2000 വർഷങ്ങൾക്ക് ശേഷം അവരുടെ പിതൃദേശത്തിന്റെ ഒരു പുനർജനനമായിരുന്നു അതിലൂടെ സംഭവിച്ചത്. പക്ഷേ പലസ്തീനികൾക്ക് ഇത് നഖബ് അഥവാ ദുരന്തം എന്നാണ് അവരതിനെ വിശേഷിപ്പിച്ചത്. 7 ലക്ഷത്തിലധികം പേര് ആ കാലഘട്ടത്തിൽ അഭയാർത്ഥികളായിട്ട് പോകേണ്ടി വന്നു. അത് വലിയൊരു ദുഃഖം തന്നെയാണ്. തുടർന്ന് മറ്റ് യുദ്ധങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് അവിടെ ഉണ്ടായി. 1956 ഈജിപ്റ്റ് സൂയിസ് കനാൽ ദേശമാക്കി അവരുടെ സ്വന്തമാക്കിയപ്പോൾ സൂയിസ് പ്രതിസന്ധി പൊട്ടിപ്പുറപ്പെടുവാൻ ഇടയായിത്തീർന്നു. 1967 6 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇസ്രായേൽ കിഴക്കൻ ജെറുസലേമും അതുപോലെ വെസ്റ്റ് ബാങ്ക്, ഗാസ, സീനായി, ഗോലാൻ കുന്നുകളൊക്കെ പിടിച്ചെടുക്കുവാനിടയായിത്തീർന്നു. 1973 യോം കിപ്പൂറിന്റെ ദിവസത്തിൽ ഈജിപ്തും സിറിയയും ചേർന്ന് ഇസ്രായേലിനെ വീണ്ടും ആക്രമിച്ചു. ഇസ്രായേൽ ജയിച്ചുവെങ്കിലും ആ സമയത്ത് ഒരുപാട് നാശനഷ്ടങ്ങൾ അവർക്കുണ്ടായി. ഇതോടെ സമാധാനത്തിനായുള്ള ഒരു ചർച്ചകളെ കുറിച്ച് അവരെ ചിന്തിക്കാൻ രണ്ടു കൂട്ടരും ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മൾ ഇനി മൂന്നാമത്തെ ചരിത്രത്തിലേക്ക് വരികയാണ്. അത് സമാധാനത്തിനുള്ള ശ്രമങ്ങളാണ്. 1978 മുതൽ 1993 വരെയുള്ള കാലഘട്ടം. അപ്പൊ ആദ്യത്തെ കാലഘട്ടം ഞാൻ ഇസ്രായേലിന്റെ പിറവിയെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം ഇസ്രായേൽ പിറന്ന 24 ദിവസം 24 മണിക്കൂർ തികയുന്നതിന് മുമ്പായിട്ട് നടന്ന യുദ്ധങ്ങൾ, നീണ്ട യുദ്ധങ്ങൾ, അനേക വർഷങ്ങളോളം ഒന്നിനു പുറകെ ഒന്നായിട്ട് പല അറബ് രാജ്യങ്ങൾ ചേർന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തതിനെ കുറിച്ച് പറഞ്ഞു. മൂന്നാമതായിട്ടുള്ളത് സമാധാനത്തിനായിട്ടുള്ള ശ്രമങ്ങളാണ്. അത് 1978 മുതൽ 1993 വരെയുള്ള കാലഘട്ടത്തിലാണ്. 1978 ഈജിപ്റ്റ് പ്രസിഡന്റായ അൻവർ സദാത്ത് ഇസ്രായേൽ സന്ദർശിച്ചിട്ട് സമാധാനത്തിനായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. അതിന്റെ ഫലമായിട്ട് ക്യാമ്പ് ഡേവിഡ് കരാർ 1978 രൂപപ്പെട്ടു. ഇസ്രായേൽ ഈജിപ്റ്റ് സമാധാന ഉടമ്പടി 1979 അവര് കരാറിൽ ഒപ്പുവെച്ചു. എന്നാൽ പലസ്തീനികൾക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ആ സമയത്ത് ലഭിച്ചില്ല എന്നാണ് അവര് വാദിക്കുന്നത്. 1987 ആദ്യ ഇന്തിഫാദ അല്ലെങ്കിൽ പ്രതിഷേധ പ്രസ്ഥാനം അല്ലെങ്കിൽ സ്വാതന്ത്ര്യ പ്രസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് അവര് ചില പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെടുവിച്ചു. യുവ പലസ്തീനികള് അധിനിവേശത്തിനെതിരെ പ്രതിഷേധിക്കാനായിട്ട് മുന്നോട്ട് വന്നു. ഇതോടെ ലോക ശ്രദ്ധ പലസ്തീനിലേക്ക് തിരിഞ്ഞു. എന്തുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷവും അതുപോലെ വലതുപക്ഷവും ഒക്കെ ഈ പലസ്തീന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒച്ചയിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് മുതൽ തന്നെ ആഗോള തലത്തിൽ ഈ പലസ്തീനിലേക്ക് ഇരവാദം കൊണ്ട് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ തക്കവണ്ണം അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. 1993 ഓസ്ലോ കരാർ നടപ്പിലാകുവാൻ ഇടയായി. ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസഹാക്ക് റാബിന്റെയും പലസ്തീൻ നേതാവ് യാസിർ അറാഫത്തും അന്ന് ഒരുമിച്ച് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. അത് ആ വിധത്തിൽ സമാധാനത്തിന്റെ ഒരു പുതിയ വെളിച്ചം ആ കാലഘട്ടത്തിൽ തെളിഞ്ഞു. പക്ഷേ ചില വർഷങ്ങൾക്കുള്ളിൽ തന്നെ വീണ്ടും അവിശ്വാസവും അക്രമവും അവിടെ ഉണ്ടാകുകയും അവരുടെ ആ സമാധാന കരാറെല്ലാം തന്നെ നശിപ്പിക്കുകയും ചെയ്തു. പലസ്തീന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സമാധാനം സംജാതമാക്കാതിരിക്കാൻ തക്കവണ്ണം അവർക്ക് ചുറ്റുമുള്ള ആളുകൾ പ്രോക്സി വാർ നടത്തുന്ന, പ്രത്യേകിച്ച് ഇറാനെ പോലെയുള്ള രാജ്യങ്ങള് ഈ പലസ്തീനെ വെച്ച് യഹൂദന്മാർക്കെതിരെ പ്രോക്സി വാർ നടത്തുന്ന പരിപാടികൾ ഉണ്ടായിരുന്നു. അതുകൂടാതെ റാബിൻ തന്നെ ആ കാലഘട്ടത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. ഇനി നാലാമത്തെ ചരിത്രത്തിലേക്ക് വരികയാണ്. അതിന്റെ വിഭജനവും അതേപോലെ തന്നെ ഗാസയിലെ ദുരന്തവും സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. 2000 മുതൽ 2014 വരെയുള്ള കാലഘട്ടമാണ്. ഇപ്പൊ 2000 രണ്ടാം ഇന്തിഫാദ എന്ന് പറയുന്നതായിട്ടുള്ള അവരുടെ ഒരു പ്രസ്ഥാനം പുറപ്പെടുവിച്ചു, അല്ലെങ്കിൽ അവർ പൊട്ടിപ്പുറപ്പെട്ടു. അവർക്ക് സ്വാതന്ത്ര്യം എന്നുള്ള ഒരു പ്രസ്ഥാനമായിട്ട് അവർ മുന്നോട്ട് വന്നപ്പോൾ അവര് നടത്തിയത് ബോംബ് ആക്രമണങ്ങളായിരുന്നു. മാത്രവുമല്ല ആ സമയത്ത് സൈനിക നീക്കങ്ങള്
ഇസ്രായേൽ നടത്തുവാനിടയായി തീർന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? 100 കണക്കിന് ആളുകളെ കൊല്ലപ്പെട്ടു. അപ്പൊ ഇസ്രായേൽ വെസ്റ്റ് ബാങ്കില് മതില് പണിയുകയും കൂടി ചെയ്തു. തങ്ങളുടെ സുരക്ഷയ്ക്കായിട്ടാണ് ഇത് പണിതെങ്കിലും പലസ്തീനികൾ അതിനെ അധിനിവേശത്തിന്റെ ചിഹ്നമായി കണ്ടു. ഞാൻ ഓർക്കുന്ന ഒരു കാര്യം പറയാം നിങ്ങളോട്. അവിടെ ചെന്ന് നിൽക്കുന്ന സമയത്ത്, നമ്മൾ പലസ്തീനിൽ നിൽക്കുന്ന സമയത്ത്, ഇവരുടെ ഈ വാള്, ഈ വെസ്റ്റ് ബാങ്കിലുള്ള ആ വാള് കാണുന്ന സമയത്ത് ഈ ഇസ്രായേലികൾ താമസിക്കുന്നതിന്റെ അങ്ങേ സൈഡിലാണ്. അവിടെ ഒന്നും ഇവർക്കൊന്നും എഴുതാൻ കഴിയല. എന്നാൽ ഇങ്ങേ സൈഡില് അറബി ഭാഷയില് ഒരുപാട് ഇസ്രായേലിനെ ചീത്ത വിളിച്ചുകൊണ്ട് വെറും പച്ചത്രികൾ വലിയ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ 5-6 അടി ഉയരത്തിൽ ഇങ്ങനെ അതിങ്ങനെ എഴുതിയിരിക്കുകയാണ് ആ മതിൽ നിറച്ചും. ഇത് രാവിലെ എഴുന്നേറ്റ് വായിക്കുന്നത് മുഴുവനും അവിടുത്തെ പലസ്തീനിലെ സാധാരണ ജനങ്ങളാണ്. ഇസ്രായേൽ ഇത് കാണുന്നുമില്ല, അവർക്കൊട്ട് ഈ ഭാഷ അറിയത്തുമില്ല, അവരാരും ഇത് വായിക്കാറുമില്ല. നോക്കിക്കോണം. അപ്പം ഇത് ഓരോ കുട്ടികളിലും ഈ എഴുത്ത്, ഈ വാളിൽ കാണുന്ന എഴുത്തൊക്കെ വായിക്കുമ്പോൾ പലസ്തീനിൽ പിറന്നു വീഴുന്ന, പിച്ചു വെക്കുന്ന, എഴുത്തും വായനയും പഠിക്കുന്ന ഓരോ കുട്ടികളിലും വിദ്വേഷത്തിന്റെ വിത്തുകളാണ് ഇവരെ പാകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഒരു കാര്യം നമ്മൾ ഓർപ്പിക്കുന്നുണ്ട്. ചിന്താശക്തി ഇല്ലാത്ത രാഷ്ട്രീയ നേതാക്കന്മാരും താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ കരുക്കളാക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതല്ല, ഇതിന്റെ അപ്പുറം ഈ ലോകത്തിൽ സംഭവിക്കും എന്നതാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 2005 ഇസ്രായേൽ ഗാസയിൽ നിന്ന് പിന്മാറുവാനിടയായി. എന്നാൽ അതിന്റെ അതിർത്തികൾ അവർ നിയന്ത്രിക്കുകയും ചെയ്തു. 2006 ഹമാസ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. തുടർന്ന് ഗാസയെ പൂർണ്ണമായിട്ട് അവര് കൈവശപ്പെടുത്തി. ഗാസയെ പൂർണ്ണമായി കൈവശപ്പെടുത്തിയപ്പോൾ പലസ്തീനിലെ സാധാരണ ജനങ്ങള് അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അവർ തമ്മിൽ വളരെ അകൽച്ചയുണ്ടായി, വിഭജനങ്ങളുണ്ടായി അവരുടെ ഇടയിൽ തന്നെ, പലസ്തീനിൽ തന്നെ. 2008, 2012, 2014 വർഷങ്ങളിൽ ഗാസയിൽ ഒരുപാട് യുദ്ധങ്ങൾ നടക്കുകയും ചെയ്തു. ആയിരക്കണക്കിന് സാധാരണക്കാർ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ സുരക്ഷയ്ക്കായിട്ട് പോരാടിയപ്പോൾ ഗാസയിൽ നിരപരാധികളായിട്ടുള്ള ആളുകൾ വിശപ്പും വൈദ്യുതിയില്ലായ്മയും വെള്ളമില്ലായ്മയും ഒക്കെ ആയിട്ട്, അതേപോലെ തന്നെ ചികിത്സ കിട്ടാതെയൊക്കെ വളരെ കൃത്യമായി ആളുകളെ കൊല്ലപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇനി അതിന്റെ 5ാമത്തെ ഘട്ടത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അതിനെ ആധുനിക കാലഘട്ടം എന്ന് നമുക്ക് വിളിക്കാം. ആധുനിക കാലഘട്ടത്തിലെ സംഭവങ്ങൾ 2015 മുതൽ 2025 വരെയുള്ള കാലഘട്ടം. അപ്പൊ ഈ ആധുനിക കാലഘട്ടത്തിലെ പുതിയ സഖ്യങ്ങളും അതേപോലെ തന്നെ പുതുതായിട്ടുള്ള സംഘർഷങ്ങളും അവിടെ രൂപപ്പെടുവാൻ ഇടയായി. അടുത്ത കാലഘട്ടത്തില് മധ്യപൂർവേഷ്യയില് പുതിയ രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ നടന്നു. 2020 അബ്രഹാം കരാറിലൂടെ, എബ്രാമിക് കോഡ് വെച്ചുകൊണ്ട് UAE, ബഹ്റൈൻ, മൊറോക്കോ, സുഡാൻ എന്നീ അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ട് ഒരു സൗഹൃദ ബന്ധം സ്ഥാപിച്ചു. എൻ്റെ ഇവിടുത്തെ ഒരു ചോദ്യം, ഇവിടെ ഈ ഹമാസിന് ഇൻകിലാബ് വിളിക്കുന്നതായിട്ടുള്ള നേതാക്കന്മാരോടുള്ള ഒരു ചോദ്യം, ഈ ഹമാസിനോട് ഇസ്രായേൽ കാണിക്കുന്ന കൊള്ളരുതായ്മയാണെങ്കിൽ, അല്ലെങ്കിൽ പലസ്തീനികളോട് കൊള്ളരുതായ്മയാണ് കാണിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് ഈ 5 അറബ് രാജ്യങ്ങൾ ഈ എബ്രാമിക് കവനന്റിലേക്ക്, എബ്രാമിക് കോഡിലേക്ക് അവര് ഒപ്പുവെക്കാൻ തയ്യാറായി? അപ്പൊ നിങ്ങളുടെ ചിന്തയെ നിങ്ങൾ പണയപ്പെടുത്തരുത്, ഒരു മതത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പണയപ്പെടുത്തരുതെന്നും കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. പലസ്തീനികൾ തങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടു എന്ന് കരുതി അവര് നിരാശപ്പെട്ട ഒരു കാലഘട്ടമാണിത്. യെരുശലേമിലെ അൽ അഖ്സ മസ്ജിദിനും ജൂത പാർപ്പിടങ്ങൾക്കും ചുറ്റുമുള്ള സംഘർഷങ്ങൾ വർദ്ധിക്കാനിടയായി. ഏറ്റവും ഭീകരമായ ആക്രമണം നടന്നത് 2023 ഒക്ടോബർ 7-നാണ്. ഹമാസ് ഇസ്രായേലിലേക്ക് നടത്തിയതായിട്ടുള്ള ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾ, ധാരാളം മിസൈലുകൾ വിടുകയും അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും 1500ഓളം ആളുകളെ കൊല്ലുകയും ബന്ദികളാക്കുകയും നിരവധി സാധാരണക്കാരായ ആളുകൾക്ക് മുറിവേൽക്കുകയും കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്ത സംഭവം. അവര് 300ഓളം ആളുകളെ തടവിലാക്കി കൊണ്ടുപോയി. ഇതിന്റെ മറുപടിയായിട്ട് ഇസ്രായേൽ ഗാസയിൽ വ്യാപകമായ യുദ്ധം തുടങ്ങി. ആയിരങ്ങൾ മരിക്കുകയും ഗാസ നഗരങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. 2025 പോലും, അതായത് ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന് 2 ദിവസം മുമ്പ് പോലും ഇരു വിഭാഗത്തും വേദനയും അനിശ്ചിതത്വവും നിറഞ്ഞ അവസ്ഥയിലാണ്. ഈ സംഘർഷം ഒരു രാഷ്ട്രീയ വിഷയം മാത്രമല്ല എന്നുള്ളത് നമ്മൾ അറിയണം. ഇത് ആത്മീയമായ ഒരു വെല്ലുവിളിയായിട്ടാണ് എന്നെ പോലെയുള്ള ആളുകൾ കാണുന്നത്. കാരണം യേശു കർത്താവ് നടന്ന ഭൂമി ഇന്ന് രക്തത്താൽ മലിനമായിരിക്കുകയാണ്. എങ്കിലും ആ യേശുവിന്റെ സന്ദേശം
ഇന്നും അതേപോലെ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ വ്യാപരിക്കണം. എന്താണ്? നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുകയും നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്കായിട്ട് പ്രാർത്ഥിക്കുകയും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 44-ാം വാക്യം. യേശുവിന്റെ കാലത്തും മതവ്യത്യാസങ്ങളൊക്കെ അക്കാലത്തുണ്ടായിരുന്നു. യഹൂദന്മാര്, ശമരിയക്കാര്, റോമാക്കാര് ഒക്കെ അവിടെ ഭരിക്കുകയും അവര് ഒരുമിച്ച് ജീവിക്കുകയും ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്തു. പക്ഷേ അവരുടെ ഇടയിൽ കൂടെ സഞ്ചരിച്ചവനായ കർത്താവ് അവരുടെ ഇടയിൽ കെട്ടിപ്പൊക്കിയതായിട്ടുള്ള മതത്തിന്റെ ആയിട്ടുള്ള മതിലുകള്, വ്യത്യസ്തതയുടെ മതിലുകളൊക്കെ കർത്താവ് പൊളിച്ചു കളഞ്ഞു. നമുക്കറിയാവുന്ന പോലെ ശമരിയ സ്ത്രീയോട് യേശു കർത്താവ് സംസാരിക്കുകയും അവളെ ദൈവസ്നേഹത്തിലേക്ക് നയിക്കുകയും ചെയ്തു. റോമൻ ശതാധിപന്റെ ദാസനെ കർത്താവ് സുഖപ്പെടുത്തി നമുക്കറിയാം. തന്റെ ശത്രുക്കളെ കുരിശിൽ തറയ്ക്കുന്ന സമയത്തും അവരോട് ക്ഷമിക്കുകയും അവരുടെ സമാധാനത്തിന് വേണ്ടി കാംക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ ആ കർത്താവിന്റെ സമാധാനമാണ് യഥാർത്ഥത്തിൽ സകല മനുഷ്യന്റെ ഹൃദയത്തിൽ വ്യാപരിക്കേണ്ടത്. അപ്പോഴാണ് വാസ്തവത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള സമാധാനം അവിടെ സംജാതമാക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ദൈവ മക്കളായിട്ടുള്ള നമുക്ക് ഇരുവിഭാഗത്തെയും ഓർത്ത് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ഇസ്രായേൽ കുടുംബങ്ങൾക്കും പലസ്തീൻ കുടുംബങ്ങൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. സത്യവും സ്നേഹവും ഒരുമിച്ച് നിലനിൽക്കാനായിട്ട്, അവിടെ ആ സ്നേഹവും സത്യവും വ്യാപരിക്കാനായിട്ട്, അക്രമങ്ങളെയൊക്കെ നിരസിക്കുവാനായിട്ട്, പരസ്പരം പുനരൈക്യം ഉണ്ടാകുവാനായിട്ട് നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. ദൈവവചനത്തിൽ നിന്ന് പ്രവാചകന്റെ ഒരു ശബ്ദം എങ്ങനെയാണ്? പ്രവാചകനായിട്ടുള്ള മീഖ പറയുന്നത്, നീതിയുള്ളത് പ്രവർത്തിക്കുകയും കരുണയെ സ്നേഹിക്കുകയും ദൈവത്തോടുകൂടെ വിനയത്തോട് നടക്കുകയും ചെയ്യേണ്ടതല്ലയോ എന്ന് മീഖ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ സങ്കീർത്തനത്തിൽ 122-ന്റെ 6 നമ്മൾ കാണുന്നത്, യെരുശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുകയും ആ സമാധാനം യെരുശലേമിനും ഗാസയ്ക്കും ജൂതർക്കും അറബികൾക്കും ഒരുപോലെ ലഭിക്കേണ്ടതാണ്. ഇസ്രായേൽ പലസ്തീൻ കഥ മനുഷ്യരുടെ ദുഃഖത്തോടൊപ്പം പ്രത്യാശയുടെ ഒരു കഥയും കൂടിയാണ്. അത് കാണിക്കുന്നത് ചരിത്രവും മതവും ഭയവും എങ്ങനെ മനുഷ്യരെ വേർതിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ വിശ്വാസം എങ്ങനെ അവരെ ഒന്നാക്കി തീർക്കാം എന്നുള്ളതും കൂടെ ഇത് നമ്മളെ പഠിപ്പിക്കുകയാണ്. യഥാർത്ഥ വിജയം യുദ്ധത്തിലൂടെയോ രാഷ്ട്രീയത്തിലൂടെയോ അല്ല, സമാധാനത്തിന്റെ പ്രഭുവായ യേശു ക്രിസ്തുവിലൂടെയാണ്. ആ യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തെ സ്വീകരിക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തെ മാറ്റം വരുത്തുമ്പോൾ മാത്രമേ ലോകത്തിന് മാറ്റം വരികയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹമാസിന്റെ വിത്തുകൾ എന്നേക്കുമായിട്ട്, പകയുടെയും വിദ്വേഷത്തിന്റെയും വിത്തുകൾ ആ ദേശത്തു നിന്ന് ഇല്ലാതെയായി തീരുവാൻ ഇടയാകട്ടെ. ആമോസിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, നീതി എന്നത് വെള്ളം പോലെ ഒഴുകട്ടെ, നീതി തത്വം ഉഗ്രനായ പുഴു പോലെ പൊങ്ങി ഒഴുകട്ടെ. യെരുശലേമിനും ഗാസയ്ക്കും ഈ ലോകത്തും നമ്മുടെ ഹൃദയത്തിലും സമാധാനം വാഴട്ടെ, സമാധാന പ്രഭുവായ ക്രിസ്തു വാഴട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്വന്തം തേക്കടിലച്ചൻ.